കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഇന്ന് 80-ാം പിറന്നാൾ. അദ്ദേഹം 1945 മെയ് 24 കണ്ണൂർ പിണറായി ഗ്രാമത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ജനനത്തീയതി സംബന്ധിച്ച് ചില രേഖകളിൽ വ്യത്യാസങ്ങൾ കാണപ്പെടുന്നുണ്ട്. നിയമസഭയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോക്കിയപ്പോൾ 1944 മാർച്ച് 21 എന്നാണ് കൊടുത്തിരിക്കുന്നത്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും മറ്റ് വിശ്വസനീയമായ ഉറവിടങ്ങളിലും 1945 മെയ് 24 എന്ന് തന്നെയാണ് ജനനത്തീയതി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ 80-ാം പിറന്നാൾ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അടക്കമുള്ള പ്രമുഖർ അദ്ദേഹത്തിന് പിറന്നാൾ ആശംസകൾ നേർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ രാഷ്ട്രീയ പ്രവേശനം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് ആരംഭിച്ചത്. 1962 തലശ്ശേരി ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജ് പ്രീ യൂണിവേഴ്സിറ്റി കോളേജിൽ ചേർന്നപ്പോൾ അദ്ദേഹം കേരള സ്റ്റുഡൻറ് ഫെഡറേഷൻ KSF എന്ന സംഘടനയുടെ സജീവ പ്രവർത്തനമായിരുന്നു. പിന്നീട് അദ്ദേഹം KSFയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായും സംസ്ഥാന പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ചു. KSF പിന്നീട് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ SFI മാറി. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ അദ്ദേഹം കേരള സ്റ്റേറ്റ് യൂത്ത് ഫെഡറേഷനിൽ KSYFൽ ചേർന്നു. പിന്നീട് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇപ്പോഴത്തെ DYFI ആയി മാറിയ ഈ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായും പിണറായി വിജയൻ പ്രവർത്തിച്ചിട്ടുണ്ട്. 1964 19ാമത്തെ വയസ്സിൽ പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPMൻ്റെ പാർട്ടിയിൽ ചേർന്നു. 1968 24-ാം വയസ്സിൽ CPMൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. 1972 അദ്ദേഹം CPMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി നിയമിതനായി. 1970 അദ്ദേഹം 25ാമത്തെ വയസ്സിൽ കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ MLA എന്ന റെക്കോർഡ് ഇന്നും നിലനിൽക്കുന്നുണ്ട്. 1975 പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയ്ക്കിടെ പിണറായി വിജയൻ ഒരു വർഷത്തോളം തടവിൽ ജയിലിൽ കഴിയേണ്ടി വന്നു. അദ്ദേഹം പോലീസ് ക്രൂരതകൾക്ക് ഇരയായെന്നും മോചിതനായ ശേഷം നിയമസഭയിൽ രക്തം ചൂരുന്ന ഷർട്ട് കാട്ടി നടത്തിയ പ്രസംഗം ഏറെ ശ്രദ്ധ നേടിയ ഒന്നാണ്. പിണറായി വിജയൻ്റെ രാഷ്ട്രീയ പ്രവേശനം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ആരംഭിച്ച് പാർട്ടി പ്രവർത്തനങ്ങളിലൂടെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൂടെയും അദ്ദേഹം കേരളത്തിലെ പ്രമുഖ നേതാവായി ഉയർന്നു വന്നു. തുടർച്ചയായി 2 തവണ കേരള മുഖ്യമന്ത്രിയാവുന്ന ആദ്യത്തെ വ്യക്തിയാണ് പിണറായി വിജയൻ. 2016 മുതൽ 2021 വരെയും 2021 മുതൽ ഇനി കാലാവധി പൂർത്തിയാകാൻ പോകുന്ന 2026 വരെയും. 2022 നവംബർ 14 പിണറായി വിജയൻ 2360 ദിവസത്തെ തുടർച്ചയായ സേവനത്തിലൂടെ മുൻ മുഖ്യമന്ത്രി അച്യുതമേനോൻ്റെ 2364 ദിവസത്തെ റെക്കോർഡ് മറികടന്ന് കേരളത്തിലെ ഏറ്റവും ദീർഘകാലം തുടർച്ചയായി സേവനം അനുഷ്ഠിക്കുന്ന മുഖ്യമന്ത്രിയായി മാറി. ഇത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു പ്രധാന മൈൽ സ്റ്റോണാണ്. 80 വയസ്സായ പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് ചില കോണിൽ നിന്നും ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ ചില നിർണായക സാധ്യതകൾ നമുക്ക് പറയാൻ കഴിയും. 3ാം തവണ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് തന്നെ പറയാം. അദ്ദേഹത്തിന് ഇപ്പോൾ 80 വയസ്സായി. ആരോഗ്യപരമായും രാഷ്ട്രീയപരമായും 3 തവണ മുഖ്യമന്ത്രിയാവുക എന്നത് അത്ര സാധ്യമല്ലെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനായി LDF പുതിയ മുഖം മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യത വളരെ ഏറെയുമാണ്. എന്നാൽ അദ്ദേഹത്തിന് പാർട്ടി നേതൃത്വത്തിൽ വലിയ സ്വാധീനമായി തുടരും. CPM പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി പാർട്ടിയുടെ ദേശീയ തലത്തിൽ നയപരമായ നിർണായകരമായ പങ്കാളിയാകാനും സാധ്യതയുണ്ട്. കേരളത്തിൽ പാർട്ടിയുടെ ഭാവി നേതാക്കളെ ആസൂത്രണം ചെയ്യാനും തയ്യാറാക്കാനും അദ്ദേഹം നിർണായകമായ പങ്ക് വഹിച്ചേക്കും. എന്തൊക്കെ പറഞ്ഞാലും 2021 വിജയത്തിന് കാരണം പിണറായി വിജയൻ എന്ന ബ്രാൻഡായിരുന്നു. ജനപ്രീതിയും ഭരണപ്രതിഭയും അദ്ദേഹത്തിന് മുതൽക്കൂട്ടായി. അദ്ദേഹത്തിന് നിരന്തരവും ശാസ്ത്രീയവുമായ ഭരണശൈലിയുടെ പേരിൽ ജനപിന്തുണ ഇപ്പോഴും ഒരു പരിധിവരെ നിലനിൽക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് ആവശ്യമെങ്കിൽ ഇനിയും അദ്ദേഹത്തെ മുഖമായി തെരഞ്ഞെടുപ്പിൽ ഇറക്കാൻ സാധ്യത തള്ളിക്കളയാനാകില്ല. അതല്ലെങ്കിൽ പിന്നുള്ളൊരു ഓപ്ഷൻ പിണറായി വിജയൻ പാർട്ടിയുടെ മുഖ്യ തന്ത്രജ്ഞനായി പിന്നിൽ നിന്ന് പാർട്ടി നയിക്കും. കേരളത്തിൽ നല്ലൊരു പ്രതിപക്ഷം ഇല്ലാത്തതും ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഗുണകരമാവും. 80ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ പ്രത്യേക ദിനത്തിൽ പിണറായി വിജയന് ആരോഗ്യം ദീർഘായുസ്സും നേരുന്നു.